എടാ കവിനെ, എല്ലാവർക്കും മാർക്ക് എത്ര കിട്ടുമെന്ന് പേടിച്ചായിരിക്കുന്നെ. നീ മാത്രം എന്താടാ ഇത്ര ധൈര്യത്തിലിരിക്കുന്നത്? ജയ് ആഞ്ജനേയ. എപ്പോഴും ഞാൻ ചോദിക്കുമ്പോ എന്താടാ നീ വേറെ ആരെയാ വിളിക്കുന്നത്? വെയിറ്റ്, കുറച്ച് സമയം കഴിഞ്ഞാൽ നിനക്കും മനസ്സിലാവും. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നോളൂ. എന്തായിരിക്കും? എക്സാമിന് ഓരോരുത്തർക്ക് എത്ര മാർക്കാ കിട്ടിയെന്ന് നമുക്ക് അറിയണ്ടേ? ദിവ്യ 80 ഔട്ട് ഓഫ് 100. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. ശ്വേത 85 ഔട്ട് ഓഫ് 100. എല്ലാരും ക്ലാപ്പ് ചെയ്തേ. രാഹുൽ 35 ഔട്ട് ഓഫ് 100. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? എഴുതിയതിനുള്ള മാർക്കല്ലേ നിനക്ക് കിട്ടുള്ളൂ. ഒരല്പം പോലും പഠിക്കത്തില്ല, പക്ഷെ നല്ല കുട്ടിയാണെന്നും പറഞ്ഞങ്ങ് നടന്നോളൂ. പോയിരിക്കെ. നില, എല്ലാവരും നിലയ്ക്ക് വേണ്ടി ഒന്ന് കൈയടിച്ചേ. $100 ഔട്ട് ഓഫ് 100. 100 മാർക്ക് വാങ്ങിച്ചോ? അപ്പൊ എന്നെക്കാട്ടും കൂടുതൽ മാർക്ക് വാങ്ങിച്ചു കാണുമല്ലോ. ഇനിയിപ്പൊ എന്താ ഞാൻ ചെയ്യാ? കീപ് ഇറ്റ് അപ്പ് നില. ഇതുപോലെ എല്ലാ എക്സാമിനും ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ഓക്കേ മാം. ആഞ്ജനേയ, എന്തൊരു പരീക്ഷണമാണത്. എന്നെ കൈവിടല്ലേ. അവളെക്കാട്ട് 1 മാർക്ക് അതിലേക്ക് കൂടുതൽ വേണം. കവീൻ, ഇവിടെ വാ. ആഞ്ജനേയ, 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 ആഞ്ജനേയ. എന്താടാ ഇത്? എക്സാം പേപ്പറിൽ ശ്രീരാമജയ എഴുതി വെച്ചിരിക്കുന്നു. നിനക്ക് അല്പം പോലും ബുദ്ധിയില്ലേ? എന്തിനാടാ അത് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്? നിന്നോടല്ലേ ചോദിക്കുന്നേ, നീ അതിന് മറുപടി പറയേ. ഇതാണോ ഞാൻ നിന്നെ പഠിപ്പിച്ചേ? എക്സാം പേപ്പറിൽ മുഴുവൻ ശ്രീരാമജയ എഴുതി വെച്ചിരിക്കുക. പഠിച്ചതെല്ലാം മറന്നുപോയി മിസ്. അതുകൊണ്ടാണ് ദൈവത്തിന് വിളിച്ചു പോയത്. അവസാനം എന്റെ ആഞ്ജനേയനും എന്നെ കൈവിട്ടു. നീ മര്യാദയ്ക്ക് പഠിച്ചിരുന്നെങ്കിൽ ആ ദൈവം നിന്നെ സഹായിച്ചേന്. ഒന്നും പഠിക്കാതെ മുഴുവന് ശ്രീരാമജയ എഴുതി വെച്ചാ പിന്നെ എങ്ങനെയാ മാർക്ക് കിട്ടുന്നത്? നോക്കുക വേൻ, ദൈവവിശ്വാസം ഉള്ളതൊന്നും തെറ്റല്ല. പക്ഷെ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നീ പഠിച്ചേ പറ്റൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉത്തരം എഴുതിയാലേ നിനക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെയാ പരീക്ഷയിൽ എഴുതേണ്ടത്. നിനക്ക് 0 മാർക്കാ. ഇതാ വാങ്ങിച്ചോ. അളിയാ, ഡോണ്ട് വെറിഡാ, ബി ഹാപ്പി. അയ്യോ, വട പോയല്ലോ. വടയോ? എവിടെ? ഉഴുന്ന് വടയാണോ പരിപ്പ് വടയാണോ? ആ, നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കളിക്കാം. വട കഴിച്ചിട്ട് കൊറേ കാലായി. അയ്യോ, ഇവൻ തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ആ, അയ്യോ.